ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് യൂട്ടിലിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരിക്കും എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളത്. അപ്പം അത് അറിഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാവും അല്ലേ. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരു സാധനത്തിനോ സേവനത്തിനോ ഉള്ള കഴിവ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി, ഇതിനെ കാർഡിനൽ അനാലിസിസ് എന്നും പറയും. ഓക്കെ, the cardinal utility was developed by classical economists. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അതായത് എക്കണോമിക്സിൽ ക്ലാസിക്കൽസ് ഉണ്ട്, നിയോ ക്ലാസിക്കൽസ് ഉണ്ട്, പിന്നെ കെയ്ൻസ് ഉണ്ട്, കുറച്ച് മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ ആ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിരുന്നു കാർഡിനൽ യൂട്ടിലിറ്റി എന്നുള്ള ആശയം വികസിപ്പിച്ചത്. The cardinal utility theory was developed by classical economists. ഒരുപാട് ആളുകളുണ്ട് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ. ജസ്റ്റ് പേര് എന്ന് പറയാണ്. ഇവിടെ പറയുന്നത് വില്യം സ്റ്റാൻലി, അതുപോലെ തന്നെ ഗോസൻസ്, പിന്നെ ലിയോൺ വാൾറാസ്, ഒരുപാട് ആളുകളുണ്ട് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ. ഇതില് ഈ പറഞ്ഞ ആളുകളാണ് എന്ത് ചെയ്തത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന ആശയം ആദ്യമായിട്ട് വികസിപ്പിച്ചു. നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, particularly Alfred Marshall. Neo-classical economist, particularly Alfred Marshall, made a significant refinement in the cardinal utility theory. നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. എന്നാൽ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ ഈ സിദ്ധാന്തത്തിന് എന്ത് ചെയ്തു, ഒരു പ്രത്യേക നവീകരണം, ശുദ്ധീകരണം നടത്തി. നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, particularly Alfred Marshall, made a significant refinement in the cardinal utility theory. ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു നവീകരണം നടത്തിയ ആളാണ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ. Hence, cardinal utility theory is also known as neo-classical utility theory or Marshallian utility theory. Hence, cardinal utility theory is also known as neo-classical theory or Marshallian utility theory. അതുകൊണ്ട് തന്നെ ഈ കാർഡിനൽ യൂട്ടിലിറ്റി സിദ്ധാന്തത്തെ എന്ത് പേരും അറിയപ്പെടും, നിയോ ക്ലാസിക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ മാർഷലിയൻ യൂട്ടിലിറ്റി സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടും. വൺസ് അഗൈൻ, കാർഡിനൽ യൂട്ടിലിറ്റി എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ്. എന്നാൽ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ എന്ത് ചെയ്തു, ഇതിലൊരു ശുദ്ധീകരണം നടത്തി. അതുകൊണ്ട് ഈ സിദ്ധാന്തത്തെ നിയോ ക്ലാസിക്കൽ തിയറി എന്ന പേരിലും അതുപോലെ തന്നെ മാർഷലിയൻ യൂട്ടിലിറ്റി തിയറി എന്ന പേരിലും അറിയപ്പെടും. ഇനി എന്താണ് യൂട്ടിലിറ്റി? എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾക്കറിയാം. വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി? എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? The cardinal utility theory says that utility is measurable. The cardinal utility theory says that utility is measurable just as
height, weight, length, temperature, etc. നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി എന്നാൽ നമ്മൾക്കറിയാം, നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ ഒരു വസ്തുവിനുള്ള കഴിവിനാണ് എന്ത് പറയാ, യൂട്ടിലിറ്റി എന്ന് പറയാം. The cardinal utility theory says that ഈ cardinal utility സിദ്ധാന്തം പറയുന്നത് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ. ആ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. എന്തൊക്കെ പോലെ തന്നെ നമ്മുടെ ഹൈറ്റ് നമുക്ക് അളക്കാം, നമ്മളെ വെയിറ്റ് അളക്കാം, അതുപോലെ തന്നെ ദൂരം അളക്കാം, മനസ്സിലല്ലോ, ടെമ്പറേച്ചർ ഊഷ്മാവ് അളക്കാം. ഇതൊക്കെ അളക്കുന്ന പോലെ കാർഡിനൽ നമ്പറുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ സാധിക്കും. According to cardinal utility theory, utility is measurable cardinally or quantitatively. അത് സംഖ്യകളായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പഠിച്ചിട്ടുണ്ട്. ക്വാളിറ്റി നമുക്ക് വ്യക്തമായിട്ട് അളക്കാൻ കഴിയില്ല. അതെന്താണ് ഇവർ പറയുന്നത്, ഇതൊരു മെന്റൽ കൺസെപ്റ്റ് ആണെങ്കിലും കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ആശയക്കാർ പറയാണ് എന്താണ്, ഇത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാർഡിനൽ ആയിട്ട് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് അളക്കാൻ സാധിക്കും. According to cardinal utility theory, utility is measurable cardinally or quantitatively. വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കും. It means that utility can be measured in cardinal numbers like 1, 2, 3 and so on. It means that utility can be measured in cardinal numbers like 1, 2, 3. 1, 2, 3 എന്നിങ്ങനെ എണ്ണൽ സംഖ്യകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കുമെന്നാണ് എന്ന് പറയുന്നത് ഈ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ആശയക്കാര്, കാർഡിനൽ യൂട്ടിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനൊരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. This unit of measurement is called utilis. അതായത് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ യൂണിറ്റിന് പറയുന്ന പേരാണ് എന്ത്, യൂട്ടിൽസ്. മനസ്സിലായല്ലോ? അത് K.E. ബൗൾഡിങ് അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ്. ബൗൾഡിങ് സജസ്റ്റഡ് അനദർ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. ബൗൾഡിങ് സജസ്റ്റഡ് അനദർ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. ദിസ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഈസ് കോൾഡ് യൂട്ടിൽസ്. അത് K.E. ബൗൾഡിങ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് യൂട്ടിലിറ്റി അളക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് സജസ്റ്റ് ചെയ്തു. ദിസ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഈസ് കോൾഡ് യൂട്ടിൽസ്. ആ മെഷറിംഗ് യൂണിറ്റ് ആണ് ഇത് യൂട്ടിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. യൂട്ടിലിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത് യൂട്ടിൽസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാണ്, കാർഡിനൽ യൂട്ടിലിറ്റി ഓർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. The cardinal utility theory was developed by classical economists. Neoclassical economists, particularly Alfred Marshall, made a significant refinement in the cardinal utility theory. Hence, cardinal utility theory is also known as neoclassical theory or Marshallian utility theory. കാർഡിനൽ യൂട്ടിലിറ്റി എന്നുള്ള ആശയം ഡെവലപ്പ് ചെയ്തത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ്. എന്നാൽ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളെ പ്രത്യേകിച്ച് മാർഷൽ ചെയ്തു ഇതിനൊന്ന് ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ഇതിനെ നിയോ ക്ലാസിക്കൽ തിയറി എന്ന പേരിലും മാർഷേലിയൻ യൂട്ടിലിറ്റി തിയറി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ, ദ cardinal utility theory says that utility is measurable just as height, weight, temperature, etc. നമ്മൾ ദൂരം അതുപോലെ തന്നെ ഭാരമൊക്കെ അളക്കുന്ന പോലെ എന്ത് അളക്കാൻ പറ്റും, യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കും. അക്കോർഡിംഗ് ടു കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി. യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി. അതായത് എണ്ണൽ സംഖ്യകളായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അളക്കാൻ സാധിക്കും. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3, 4
ആൻഡ് സോ on 1, 2, 3, 4 എന്നീ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂണിറ്റ് ആണ് ഏത്? യൂട്ടിൽസ് എന്ന് പറയുന്നത്. യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂട്ടിലിറ്റി അളക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിവിടെ ഒരുപാട് എസ്എസ് ഒക്കെ ഉണ്ട്. പിന്നെ DM കാർഡിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ DMU, EMU അങ്ങനെ ഒരുപാട്, പിന്നെ കൺസ്യൂമർ സർപ്ലസ്, ഇങ്ങനെ ഒരുപാട് എസ്എസ് ഉണ്ട്. നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എസ്എകളൊക്കെ പറയുമ്പോൾ ഇതിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ അസംഷൻസ്, സങ്കല്പങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റി പറയുമ്പോഴും ഇതിന് അസംഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ സങ്കല്പിക്കണം, നമ്മൾ അസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അസ്യൂം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പറയുക ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ്. മനസ്സിലോ? അപ്പോൾ ഇവിടെ നമുക്ക് രക്ഷപ്പെടുക്കാനുള്ള ടോപ്പിക്കാണ് അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. സങ്കല്പങ്ങളാണല്ലോ, നമ്മളങ്ങനെ വിചാരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്മൾ അതിനെ പറഞ്ഞു, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. അതായത് എണ്ണൽ സംഖ്യകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സംഖ്യകളായിട്ട്, അക്കങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റി അളക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, എവരി കൺസ്യൂമർ ഈസ് റേഷണൽ. എവരി കൺസ്യൂമർ ഈസ് റേഷണൽ. ഓരോ കൺസ്യൂമർ എന്താണ്? റേഷണൽ എന്ന യുക്തിപരമായി ചിന്തിക്കുക, യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ്. അത് ഹി ട്രൈ ടു അറ്റൈൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അയാൾ ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്നും പരമാവധി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനാണ് അയാൾക്ക് താല്പര്യം. നമ്പർ 2, എവരി കൺസ്യൂമർ ഈസ് റേഷണൽ. ഓരോ കൺസ്യൂമറും എങ്ങനെയാണ്? യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് വീണ്ടും പറയാണ്, എന്താണ്? every rational consumer intended to maximize his satisfaction. Every rational consumer intends to maximize satisfaction. അതെന്താണ്? ഓരോ വ്യക്തിയും എന്താണ്? പരമാവധി സംതൃപ്തി ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു? അയാൾ ശ്രമിക്കുന്നു. അതിൽ സംതൃപ്തി കാണുന്നതാണ് പരമാവധി അയാൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും പരമാവധി സംതൃപ്തി ഉണ്ടാവണം എന്നുള്ളതാണ് അയാളുടെ താല്പര്യം. നെക്സ്റ്റ് വൺ, ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ അയാളുടെ കയ്യിൽ എന്തേ ഉള്ളൂ? ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻകം മാത്രമേ ഉള്ളൂ. ഒരു നിശ്ചിത വരുമാനം മാത്രമേ കൺസ്യൂമറുടെ കയ്യിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി goes on diminishing. Utility gained from the successive unit of a commodity goes on diminishing. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ പ്രോഡക്റ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ്, മൂന്നാമത്തെ പ്രോഡക്റ്റ്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അത് നമ്മൾ വീണ്ടും വേറെ പഠിക്കണം, ഞാൻ പറയും വിശദമായിട്ട്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒന്നാമത്തെ വസ്തു ഉപയോഗിച്ചു, ഫസ്റ്റ് ആപ്പിൾ നമ്മൾ കഴിച്ചു, നമ്മൾ നല്ല വിശക്കുന്ന സമയമാണ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലായി. എന്നാൽ രണ്ടാമത് കഴിക്കുമ്പോൾ അത്ര തന്നെ ഉണ്ടാവില്ല, ഡിമിനിഷിങ് എന്നാൽ കുറയും. മൂന്നാമത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കുറയും. മനസ്സിലല്ലോ? ഒരു കാര്യം കേട്ടോ, അതൊക്കെ നമ്മൾ വിശദമായി വീണ്ടും പഠിക്കാറുണ്ട്. സെയിം പ്രോഡക്റ്റിൻ്റെ കണ്ടിന്യൂസ് കൺസംഷൻ ആവുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എത്ര ടേസ്റ്റിയുള്ള ചിക്കൻ ബിരിയാണി ആണെങ്കിലും നമ്മളെന്ത് ചെയ്യാണ്? അത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണ്? കണ്ടിന്യൂസ് കൺസംഷൻ ആണ്. മനസ്സിലല്ലോ? അതോടൊപ്പം തന്നെ സെയിം പ്രോഡക്റ്റിന്റെ കണ്ടിന്യൂസ് കൺസംഷൻ ആണ്. അപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. നമ്മൾ ആ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ,
എന്നാലും കണ്ടിന്യൂസ് കൺസംഷൻ നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നല്ല ഉഷാറായിട്ട് കഴിക്കും. പിന്നെ നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പറയുക അതിലെന്താണ് ഉപ്പില്ല, മുളകില്ല, അങ്ങനെ കുറച്ച് എരിവ് കൂടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ്. മനസ്സിലായി? അതായത് ഒരു മിതമായ രൂപത്തിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ ഭയങ്കര ഉപ്പിൽ അല്ലെങ്കിൽ ഭയങ്കര മുളകിൽ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും പറയും. അല്ലാതെ ഒരു നോർമൽ കേസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് നമ്മൾ കണ്ടെത്തൽ നമ്മുടെ കൺസംഷൻ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും അതിന് കാരണം. ഓക്കെ, പറഞ്ഞ വിഷയം ഇതാണ്. എന്താണ് യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിംഗ്. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. നെക്സ്റ്റ് വൺ, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈനിങ് കോൺസ്റ്റന്റ്. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ട്. പണത്തിന്റെ MU എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻ കോൺസ്റ്റന്റ്. പണത്തിന്റെ MU സ്ഥിരമായിരിക്കും. ലാസ്റ്റ് വൺ, ദ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ്. യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ്. നമുക്കറിയാം യൂട്ടിലിറ്റീസ് എന്താണ്? സ്വതന്ത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞു അസംഷൻസ് ആണ്, നമ്മൾ സങ്കല്പിക്കുക. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വൺ, എവരി കൺസ്യൂമർ ഈസ് റേഷണൽ. ആദ്യം പറഞ്ഞത് യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണൽ സംഖ്യകളായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞത് കൺസ്യൂമർ ഈസ് റേഷണൽ. കൺസ്യൂമർ എങ്ങനെയുള്ള ആളാണ്? യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളാണ് കൺസ്യൂമർ. നെക്സ്റ്റ് വൺ, every consumer intends to maximize his satisfaction. Every consumer intends to maximize his satisfaction. ഓരോ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? പരമാവധി സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കൺസ്യൂമറുടെ കയ്യിൽ എന്തേ ഉള്ളൂ? വളരെ കുറഞ്ഞ ക്യാഷ് മാത്രമേ, പരിമിതമായ പണം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിംഗ്. യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിംഗ്. അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ വസ്തു ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. നെക്സ്റ്റ് വൺ, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻ കോൺസ്റ്റന്റ്. പണത്തിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ്, അഥവാ സ്ഥിരമാണ്. ലാസ്റ്റ് വൺ, ദ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ്. ഈ 7 പോയിന്റാണ് അതിന്റെ അസംഷൻസ്. ഇങ്ങനെ സംഭവം പണത്തിന്റെ MU സ്ഥിരമാണ്, അതുപോലെ തന്നെ കൺസ്യൂമർ റേഷണൽ ആണ്, കൺസ്യൂമർ യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ്, അയാളുടെ ലക്ഷ്യം മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ്, കണ്ടിന്യൂസ് കൺസംഷൻ ആകുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ഇങ്ങനെ പല പല കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാർഡിനൽ യൂട്ടിലിറ്റിയെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരിതിന് എതിരായിട്ടുള്ള ആശയങ്ങൾ പഠിക്കുന്നത് പറഞ്ഞല്ലോ. ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഞാനൊരു വസ്തു യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എണ്ണൽ സംഖ്യകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കാർഡിനൽ ആയിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും? അളക്കാൻ സാധിക്കും എന്നാണ്. ഒന്നാമത്തതിൽ നിന്ന് ഇത്ര, രണ്ടാമത്തതിൽ നിന്ന് ഇത്ര, അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവര് പറയുന്നത്. അതിന്റെ അസംഷൻ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിതിന്റെ പരിമിതികൾ പറയുന്നുണ്ട്. അതായത് ഡിഫക്ട്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് മാർഷലിയൻ യൂട്ടിലിറ്റി അനാലിസിസ് ഓർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഡിഫക്ട്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് മാർഷലിയൻ ഓർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മുടെ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ എന്താണ്? വിമർശനങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യൂട്ടിലിറ്റി ഈസ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ഓർ മെന്റൽ കൺസെപ്റ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, യൂട്ടിലിറ്റി ഈസ് എ സൈക്കോളജിക്കൽ ഓർ മെന്റൽ കൺസെപ്റ്റ്. ഹെൻസ് ഇറ്റ് cannot be measured cardinally. Hence it cannot be measured cardinally. ഒരു മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ എന്താണ് ഒരു മെന്റൽ കൺസെപ്റ്റ് ആണ് എന്ത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
എന്താണ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് കാർഡിനലി. ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വ്യക്തമായിട്ട് അളക്കാൻ എന്റെ സംഖ്യകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ സാധിക്കില്ല. ശരിക്കും ആലോചിച്ച് ശരിയാണ്. ഇപ്പൊ എന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ, ചിലർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ചിലർക്ക് കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. ചില ആൾക്കാർ ഷവർമ എന്നൊക്കെ പറയുമ്പോൾ അതിന്മ കണ്ട് കവിഞ്ഞണ്ട് വീഴും അല്ലെ, അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് ചിലർക്ക് അത് അത്ര വലിയ താല്പര്യം ഉണ്ടായിക്കോളും. അപ്പൊ പലരുടെയും സാറ്റിസ്ഫാക്ഷൻ പല രൂപത്തിലാണ്. അതൊരു മെന്റൽ കൺസെപ്റ്റാണ്, സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്താ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി മെഷേർഡ് കാർഡിനലി. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ട് എണ്ണ സംഖ്യകളായിട്ട് അളക്കാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഡിഫക്റ്റ്. നെക്സ്റ്റ് വണ്ണാണ് the utility analysis unable to explain the existence of the given goods. The utility നമുക്ക് വേറെ പഠിക്കാണ്ട് given goods or inferior goods പഠിക്കാണ്ട് വിശദമായിട്ട് നമ്മൾ പറയുന്നത്. The utility analysis unable to explain the existence of given goods. ഈ given goodsനെ കുറിച്ച് വിശകലനം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല ഈ യൂട്ടിലിറ്റി അനാലിസിസിന് സാധിക്കുന്നില്ല. Utility analysis is unable to explain the existence of given goods. Next one, the assumption that man is rational is not correct. The assumption that man is rational is not correct. നമ്മൾ പറഞ്ഞു കൺസ്യൂമർ എന്താണ്, നല്ല റേഷണൽ ആയിട്ട് യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാരെന്നാൽ അങ്ങനെ അല്ലെന്ന് അവർ പറയുന്നത്. കറക്റ്റാണ്. എല്ലാവരും നമ്മളിപ്പോൾ ഓരോ വസ്തു ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒന്നാമത്തെ ആപ്പിളിൽ നിന്ന് ഇത്ര യൂണിറ്റ് ലഭിക്കും, ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. മനസ്സിലായല്ലോ. അതായത് ദ അസംഷൻ ദാറ്റ് മാൻ ഈസ് റേഷണൽ ഈസ് നോട്ട് കറക്റ്റ്. അതായത് മനുഷ്യൻ യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരിക്കലും പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പിന്നീട് പഠിക്കാനുള്ള സംഭവങ്ങളാണ് ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് എഫക്റ്റ്, ഇങ്ങനെ എഫക്റ്റുകളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ. അത് പറഞ്ഞത് മനസ്സിലാവില്ല. വിശദമായിട്ട് SI പഠിക്കാനുള്ള ഭാഗമാണ്. വരുമാന പ്രഭാവം, അതുപോലെ തന്നെ പ്രതിസ്ഥാപന പ്രഭാവം, അതുപോലെ തന്നെ വില പ്രഭാവം, ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് പ്രൈസ് എഫക്റ്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് നമ്മുടെ വിഷയം ഇതാണ്, ദ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് does not study income effect, price effect and substitution effect. The cardinal analysis does not study income effect, substitution effect and price effect. വരുമാന പ്രൈസ് എഫക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻകം എഫക്റ്റിനെ കുറിച്ചും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ കുറിച്ചും ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുന്നില്ല. മനസ്സിലായല്ലോ. ലാസ്റ്റ് വൺ, the ME of money is assumed to be constant. പണത്തിന്റെ MU സ്ഥിരമാണെന്ന് സങ്കല്പിക്കുന്നു. അവിടെ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ് നമ്മൾ അസംഷൻ പഠിച്ചതാണ്. എന്നാൽ ദിസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഇത് ഒരിക്കലും എന്തല്ല, സ്ഥിരമല്ല. മനസ്സിലായല്ലോ. അതായത് നമുക്ക് പണം കിട്ടിയാൽ, അതാണ് നമുക്ക് ഇങ്ങനെ വേറെ വിഷയമായിട്ട് വേറെ പഠിക്കാണ്ട്. പണം കിട്ടിയ ഒരാൾ അത് മതിയെന്ന് ഒരിക്കലും പറയും, ഒരിക്കലും പറയില്ല. അതായത് നമുക്കൊരു DMU പഠിക്കാണ്ട്. DMU എന്ന് പറഞ്ഞാൽ ഒരു എസ്സേനാണ്. DMU എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അറിയില്ലേ, ഒന്നാമത്തെ വസ്തുവിന് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല രണ്ടാമത്തേൽ കിട്ടുക, രണ്ടാമത്തേലായിരിക്കില്ല മൂന്നാമത്തേൽ കിട്ടുക. സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്നതിന് പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അത് വേറെ പഠിക്കാണ്ട് വിശദമായിട്ട് പറയും. വസ്തുക്കളുടെ കാര്യത്തിൽ, ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ തിന്നുന്നതിനനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ആ പണം എങ്ങനെ, എനിക്കൊരു 10 ലക്ഷം ഒരാൾ തന്നു, ഞാൻ പറയണത് നല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. വീണ്ടും ഒരാൾ വേറെ 10 ലക്ഷം തരാമെന്ന് ഞാൻ പറയാം, എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് അയക്കണമെന്ന് ഞാൻ പറയുമോ? ഒരിക്കലും പറയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലല്ലോ. അതായത് എന്താണ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. പണത്തിന്റെ MU സ്ഥിരമാണെന്ന് സങ്കല്പിക്കുന്നു. ദിസ് ഈസ് നോട്ട് ട്രൂ. ഇത് ഒരിക്കലും എന്തല്ല, ശരിയല്ല. അതായത് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു മണി. പണത്തിന്റെ കാര്യത്തിൽ ഈ യൂട്ടിലിറ്റി കുറഞ്ഞു വരിക എന്നുള്ള സംഭവം ആപ്ലിക്കബിൾ അല്ല. എത്രമാത്രം പണം കിട്ടുന്നോ അത്രയും നമുക്ക് എന്താണ്, ഹാപ്പിയാണ്, സന്തോഷമാണ്. പണം കിട്ടിയാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുക അല്ലേ. പണം കുറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? 10 കോടി ലോട്ടറി അടിച്ചു, അതുകൊണ്ട് പറയുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഭയങ്കര. വീണ്ടും ഒരു 10 കോടി വേറൊരാൾ തരാമെന്ന് പറഞ്ഞു, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാണ്, ഒരുപാട് കൂടുതലായി.
മനസ്സിലാക്കാം. അപ്പൊ ഇവർ പറഞ്ഞ എന്താണ്, പണത്തിന്റെ എം എന്തായിരിക്കും, സ്ഥിരമായിരിക്കുമെന്ന് സങ്കല്പിക്കുന്നു. അത് കറക്റ്റ് അല്ല എന്ന് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നു. അപ്പോൾ വിമർശനം ഞാൻ ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി ഈസ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ്. ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായ ആശയമാണ്. അതുകൊണ്ട് തന്നെ hence it cannot be measured cardinally. വ്യക്തമായിട്ട് കാർഡിനലായിട്ട് അളക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, the utility analysis, the cardinal utilities analysis is unable to explain the existence of differentialism. Differentialism explain ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി the assumption that man is rational is not correct. The assumption that man is rational is not correct. മനുഷ്യൻ എന്താണ് യുക്തിപരമായി ചിന്തിക്കുന്നതാണെന്നുള്ളത് ശരി 100% കറക്റ്റ് അല്ല. Next one, the cardinal approach does not study income effect, substitution effect, price effect, etc. And the last one, the marginal utility of money is assumed to be constant. This is not true. ഇതിന്റെ MU സ്ഥിരമാണെന്ന് സങ്കല്പിക്കുന്നു. അത് കറക്റ്റ്. ഓക്കെ, ഇത്രയുമാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്.